ധന്യ, ബംഗ്ലാദേശ് അനിശ്ചിതാവസ്ഥയിലാണ്. യൂനുസ് എവിടെ ഒളിവിലാണ്. ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തു അവിടുത്തെ ഭരണം. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ഇത് അവർ വരുത്തി വച്ച വിനയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് വലിയ രീതിയിലായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിക്കാനായി, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനായി കുറെ പേർ ശ്രമിച്ചു. അതിൽ യൂനസും ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. അവിടെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവിടെ ഒരു വ്യാപകമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഒരുപാട് അക്രമാസക്തമായ ജനം, വിദ്യാർത്ഥികൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ പട്ടാള മേധാവി ബക്കർ ഉസ്മാൻ പറയുന്നു, നിങ്ങൾക്ക് 40 മിനിറ്റ് സമയം തരാം ഷെയ്ഖ് ഹസീനയോട്, അതിന് ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന്. ഹസീന ഒരുപാട് രാജ്യങ്ങളെ സമീപിച്ചു, പക്ഷെ ആരും അഭയം കൊടുക്കാൻ തയ്യാറായില്ല. ഇന്ത്യ ഇരു കൈ നീട്ടി ഹസീനെ സ്വീകരിച്ചു. ധൈര്യമായി കയറി ഇങ്ങ് പോന്നോളൂ, ഞങ്ങൾ സംരക്ഷണം തരാമെന്ന് പറഞ്ഞു. പിന്നീട് ഇന്ത്യയുടെ സംരക്ഷണയിലായിരുന്നു ഷെയ്ഖ് ഹസീന. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പലപ്പോഴും ഷെയ്ഖ് ഹസീനെ വിട്ടുതരണം, ജയിലിൽ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് യൂനസ് സർക്കാർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കിയപ്പോഴും ഷെയ്ഖ് ഹസീന ഒന്നും വേണ്ടിയില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന പറഞ്ഞു, ഞാൻ തിരിച്ചു വരും ബംഗ്ലാദേശിലേക്ക്, അത് ഉടൻ തന്നെ ഉണ്ടാകും, ബംഗ്ലാദേശിലെ ഭരണം ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. ഇപ്പോ ബംഗ്ലാദേശിലെ യൂനസ് സർക്കാരും പട്ടാളവും തമ്മിൽ പ്രതിഷേധം തുടരുകയാണ്. അതായത് അട്ടിമറിക്ക് സാധ്യത. പട്ടാളം ഏകദേശ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. 2189 പേരെ പട്ടാള അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് പറയുന്ന കാര്യം, ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ, ഇവർ ക്രിമിനലുകളാണ്, ആ ക്രിമിനലുകളായതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പൊ പട്ടാളം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. ആഭ്യന്തര കലാപം അക്രമാസക്തമാകുന്നു. ഈ യൂനസ് വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ന്യൂനപക്ഷമാണ്. അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളെ വലിയ രീതിയിൽ ആക്രമിക്കുക, പൂജാരിമാരെ കൊന്ന് അമ്പലങ്ങളിൽ തന്നെ കെട്ടിത്തൂക്കുക, 100-102 വർഷം പഴക്കമുള്ള അമ്പലങ്ങൾ ആക്രമിച്ച് തകർക്കുക, സന്യാസിമാരെ ഒരു കാരണവുമില്ലാതെ പിടിച്ച് ജയിലിലിടുക. അങ്ങനെ യൂനസ് അവിടെ ന്യൂനപക്ഷങ്ങളോടൊപ്പം ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി മറ്റു പാർട്ടികളും ചേർന്ന് അവിടെ വലിയ ഗൂഢാലോചനകൾ ഉണ്ടാക്കുന്നു. പട്ടാളത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. തുടക്കത്തിൽ 8ഓളം പാർട്ടികൾ യൂനസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള. പക്ഷേ ഇപ്പോ 1-2 പാർട്ടികൾ മാത്രമാണ് യൂനസിനോടൊപ്പം നിൽക്കുന്നത്. യൂനസ് പലായനം ചെയ്തോ അല്ലെങ്കിൽ പലായനം ചെയ്തില്ല എങ്കിൽ പട്ടാളം യൂനസിനെ ജയിലിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പട്ടാളം അടുത്തു, നിങ്ങൾ രാജ്യം വെച്ച് പോകുമെന്ന് പലതവണ പട്ടാളം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടായ സമയത്ത് ഈ പട്ടാളത്തിന്റെ ഓരോ യൂണിറ്റ് അവിടെ ഓരോ പ്രദേശങ്ങളിൽ അവർ ഇട്ടിരുന്നു. ആ യൂണിറ്റുകളൊന്നും ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം അവർ പിൻവലിച്ചില്ല. ഇപ്പോൾ ആ യൂണിറ്റുകളിലുള്ള പട്ടാളക്കാർ അവിടെ കവചം സൃഷ്ടിക്കുകയും കവചിതമായ സൈനികരെ വിന്യസിപ്പിക്കുകയും പല സ്ഥലങ്ങളും പട്ടാളം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതായത് പട്ടാളം പറയുന്നത് ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന സർക്കാരിന് മാത്രമേ ഇനി ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ കഴിയൂ. യൂനസിനെ ഇനി ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ കഴിയില്ല. യൂനസ് രാജിവെച്ച് പോകണം. അതിനുള്ള രാജ്യക്കൊക്കെ യൂനസ് ഒരുങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് ചില ആളുകളുമായുള്ള സംസാരങ്ങളുടെ ഒക്കെ ഇടയിൽ യൂനസ് അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. യൂനസ് പൊതുവെ അവിടെ പട്ടാളക്കാരുടെ ഇടയിലൊന്നും യാതൊരു വിലയുമില്ല. ഷെയ്ഖ് ഹസീനെ പോലെ ഒന്നും ആയിരുന്നില്ല യൂനസ്. ഷെയ്ഖ് ഹസീനെ പോലെ ശക്തിയായ ഒരു നേതാവല്ല യൂനസ്. യൂനസ് ഒരു നൊബേൽ സമ്മാന നേതാവൊക്കെ ആണെങ്കിൽ പോലും സോറോസ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കൻ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരാളാണ് യൂനസ് എന്ന് പറയുന്നത്. യൂനസിന്റെ കുറെ ശിങ്കിടികൾ. ഇപ്പോൾ ഷെയ്ഖ് ഹസീന അങ്ങനെയല്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരുപാട് രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. നല്ല രീതിയിലുള്ള ഭരണം അവർ കാഴ്ചവെച്ചു. അവരെ അട്ടിമറിക്കാൻ അമേരിക്കയിൽ നിന്ന് വരെ കുറെ ആളുകൾ ചേർന്ന് നടത്തിയ നിഗൂഢമായ ഗൂഢാലോചനയുടെ ഒക്കെ പുറത്താണ് ഷെയ്ഖ് ഹസീനയെ പട്ടാളം തന്നെ അട്ടിമറിച്ചത്. പിന്നീട് അവരെ രക്ഷപ്പെടാനുള്ള അവസരവും പട്ടാളം കൊടുത്തു. യൂനസിന് അതുപോലെ നൽകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം പട്ടാളം ഇമ്രാൻഖാനെ പാകിസ്ഥാനിൽ പട്ടാളം പിടിച്ച് ജയിലിനകത്ത് ഇട്ടേക്കാണ്. 14 വർഷമാണ് തടവ് ശിക്ഷിക്കുന്നത് അദ്ദേഹത്തിന്. ഈ ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് പട്ടാളം ഭരിക്കുന്ന 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഭരണത്തിന് അതായത് അവിടെ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് പുല്ല് വിലയാണ്. പട്ടാളത്തിനാണ് എല്ലാ അധികാരവും എന്ന് പറയുന്നത്. ഏത് നിമിഷവും പട്ടാളം അട്ടിമറിച്ചാൽ അവിടുത്തെ ഭരണം ഇല്ലാതാവും. അങ്ങനത്തെ 2 രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും.
പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ അടുത്ത പിന്നെ ഭരണാധികാരി ആരായിരിക്കും, അതായിരിക്കും പട്ടാള മേധാവി എന്ന് പറയുന്നത്. അങ്ങനെ പട്ടാള മേധാവിക്ക് ഭരണം ഏറ്റെടുക്കണമെങ്കിൽ അയാൾ ആയിരിക്കുന്ന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അടുത്ത അയാൾ ഭരണത്തിലേക്ക് വരും. ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സാമ്പത്തികമായി ബംഗ്ലാദേശിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ടെക്സ്റ്റൈൽ ആണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്, ടെക്സ്റ്റൈൽ ബിസിനസ്. അത് ഇന്ത്യയുമായി ചേർന്ന് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അരക്ഷിതാവസ്ഥയില്ലായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലായിരുന്നു, ആക്രമണങ്ങളില്ലായിരുന്നു. എല്ലാ രീതിയിലും ജമാഅത്തെ ഇസ്ലാമിയിലെ ഭീകരരെ ഒക്കെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് ബംഗ്ലാദേശിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയ ഒരാളായിരുന്നു ഷെയ്ഖ് ഹസീന. അവിടെയാണ് അമേരിക്കക്കാർ തന്നെ അതിനിടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അമേരിക്കയിലെ ചില ആളുകൾ ചില വിദ്യാർത്ഥികളെ കയ്യിലെടുത്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചില സംവരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബംഗ്ലാദേശിന്റെ ശാന്തമായ അവസ്ഥ താറുമാറാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി സൈന്യം അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യൂനസിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. യൂനസ് അവിടെ നിന്ന് പലായനം ചെയ്തില്ല എങ്കിൽ യൂനസിനെ പിടിച്ച് ജയിലിലിടും എന്നുള്ള ഏകദേശം നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം ഏകദേശം 10,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവരൊക്കെ ക്രിമിനൽ കേസിലെ പ്രതികളാണ്. അതനുസരിച്ച് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് 2189 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. പട്ടാളം വലിയ രീതിയിൽ അവിടെ അതിക്രമം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പട്ടാളം പറയുന്നത് കുറ്റകൃത്യം ചെയ്തവരെയാണ്, അതായത് രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ പാടെ തകർന്നിരിക്കുകയാണ്. ജനാധിപത്യം മുഴുവനായി അവിടെ നശിച്ചു. ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് താറുമാറായി കിടക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഭരണം. ഇന്ത്യ ഇനി ഒരു തരത്തിലുമുള്ള സഹായം നൽകില്ല. കാരണം യൂനസിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. ഇന്ത്യ ഇനി ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല. മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ നടക്കുമ്പോൾ ഈ ബംഗ്ലാദേശിൽ ഒരു മേജർ പറഞ്ഞത് പാകിസ്ഥാനോട് ഇന്ത്യ കൂടുതൽ കളിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ 7ഓളം പ്രദേശങ്ങൾ നമ്മൾ കൈക്കലാക്കണം, എന്നിട്ടത് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ സഹായിക്കണം എന്നുള്ള ഒരു നിലപാട് ബംഗ്ലാദേശ് എടുത്തു. അന്ന് ഇന്ത്യ പറഞ്ഞു ഇനി ബംഗ്ലാദേശുമായി ഒരു തരത്തിലുമുള്ള ബന്ധത്തിന് ഞങ്ങളില്ല. ടെക്സ്റ്റൈൽസ് വ്യാപാരം അതോടുകൂടി ബംഗ്ലാദേശിനോട് ഇന്ത്യ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു തരത്തിൽ അയൽ രാജ്യങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്ന അയൽ രാജ്യങ്ങൾ തമ്മിൽ യൂനസിന്റെ വരവോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ഭരണം, അല്ലെങ്കിൽ യൂനസിനെ മുൻനിർത്തി ബംഗ്ലാദേശിന്റെ ഭരണം ജമാഅത്തെ ഇസ്ലാമി ഭരിച്ചു തുടങ്ങിയതോടുകൂടി ബംഗ്ലാദേശിന്റെ അധപ്പതനം തുടങ്ങി എന്നുള്ളതാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് ജനങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് യൂനസ് മുന്നോട്ട് പോകുമ്പോൾ പട്ടാള അട്ടിമറി ഏത് നിമിഷവും ഉണ്ടാകാം. യൂനസ് ഒന്നുകിൽ പലായനം ചെയ്യും, ഇല്ലെങ്കിൽ ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.